പാകിസ്ഥാനിൽ നിന്ന് പ്രചരിക്കുന്ന ചില വ്യാജ വാർത്തകളാണ്. PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമായി ഓരോ സമയത്തും വരാറുണ്ട്. ഇന്ന് പുലർച്ചെ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ പാകിസ്ഥാനിൽ നിന്ന് പ്രചരിക്കുന്നത് ഗുജറാത്തിലെ ഹാസിറ തുറമുഖം പിടിച്ചെടുത്തു പാകിസ്ഥാൻ എന്ന രീതിയിൽ പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ അത് ഫേക്ക് വീഡിയോ ആണ്, അത് ശരിയായതല്ല എന്ന് പറയുന്ന ഒരു വിശദീകരണം PIBയുടെ ഭാഗത്തുനിന്ന് വരുന്നു. പുലർച്ചെ അമൃത്സറിൽ സൈറൺ നൽകുന്നു. ഒപ്പം തന്നെ ജനങ്ങളോട് പുറത്തിറങ്ങരുത്, ചില സൈനിക നടപടികൾക്കുള്ള ഒരു സാധ്യതയാണോ എന്നൊരു സൂചന എന്ന നിലയിൽ ഭയപ്പെടാനൊന്നുമില്ല, അതേസമയം തന്നെ വീടിനുള്ളിൽ തന്നെ തുടരണം എന്ന നിർദ്ദേശം വരുന്നുണ്ട്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹം ഇപ്പോൾ ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തണം, ഒപ്പം തന്നെ ജമ്മുവിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റ് വരുന്നത് യാത്രയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലേക്ക് സഞ്ചരിക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ടുള്ള യാത്രകൾക്കൊന്നും പ്രശ്നങ്ങളില്ല എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ജമ്മുവിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തും, ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത്, ഏത് രീതിയിലുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി ഇപ്പോൾ ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുകയാണ്. ശ്രീനാഥ്, കഴിഞ്ഞ ദിവസം ഈ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 7000 പോയിന്റ് ഇടിഞ്ഞു. വലിയ തകർച്ചയാണ്. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പാകിസ്ഥാന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള റിട്ടേണും അവരുടെ നിക്ഷേപകർക്ക് ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രകടനമാണ് പാകിസ്ഥാന്റെ ഓഹരി വിപണി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സാമ്പത്തികമായി കടുത്ത തകർച്ചയുള്ള രാജ്യം, പകുതിയിലേറെ ജനങ്ങളും അർത്ഥപട്ടിണിക്കാരായി കഴിയുന്ന ഒരു രാജ്യം. അത്തരത്തിലൊരു രാജ്യം എങ്ങനെയാണ് ഈ ആക്രമണം നടത്തുന്നതെന്നുള്ള ചോദ്യങ്ങളായിരുന്നു. ഒപ്പം തന്നെ കടുത്ത വിലക്കയറ്റം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാനിലെ വിപണികളിൽ, സാധാരണ ചന്തകളിലൊക്കെ സാധനങ്ങൾ കിട്ടിയിരുന്നത് വലിയ വിലയിലാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ നിലവിൽ സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ആക്രമണം. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണോ പാകിസ്ഥാൻ എന്ന സംശയം തന്നെ രാജ്യാന്തര തലത്തിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ചൈനയായിരിക്കും ഇതിന് പിന്നിലെന്ന ഒരു സംശയമായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ചൈന തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയും ഞങ്ങളുടെ അയൽക്കാരാണ്. അപ്പോൾ കൈ കഴുകി ചൈന പിന്മാറുന്ന ഒരു അവസ്ഥ. ആകപ്പാടെ സഹായമുള്ളത് പാകിസ്ഥാന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഇപ്പോൾ പറയാൻ ഈ താലിബാൻ നിയന്ത്രിത അഫ്ഗാനിസ്ഥാനുണ്ട്. പിന്നെ ഒരു പരിധിവരെ തുർക്കി ചില സംരക്ഷണം കൊടുക്കും എന്നുള്ള രീതിയിലുള്ള സൂചനകൾ വരുന്നു. ഇതിനപ്പുറമായി രാജ്യാന്തര സമൂഹത്തിൽ നിന്ന് ഒരു പിന്തുണയുമില്ല. മാത്രവുമല്ല, പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെ വരുന്ന ആഭ്യന്തരമായ കലാപം. ഇപ്പം സൈന്യത്തിന്റെ ജോലി രണ്ടാണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ ഏറ്റവും വില കുറഞ്ഞ ആയുധങ്ങൾ എടുത്ത് ഇന്ത്യക്ക് നേരെ ഏറുപടക്കം എറിയുന്നത് പോലെ പ്രയോഗിക്കുക. രണ്ട്, പാകിസ്ഥാനുള്ളിൽ വരുന്ന ഈ സംഘർഷങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങളെ അതിന് തടയിടുക. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇത്തരത്തിൽ ഒരു പ്രകോപനം, ഇപ്പോൾ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭൂരിഭാഗം ജനങ്ങളും ഇത്തരത്തിലൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇത്തരത്തിലൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാരിലെ ഒരു ഭൂരിപക്ഷവും അല്ലെ ജനങ്ങളിലെ ഭൂരിപക്ഷവും ഇത്തരത്തിൽ യുദ്ധം ആഗ്രഹിക്കാതെ സൈന്യത്തിൻ്റെതായ ചില എമണ്ടൻ തീരുമാനങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ഓരോ തവണയും ഉണ്ടാകുന്ന ആക്രമണങ്ങൾ. അപ്പോൾ ഇതിന് പിന്നിൽ ഇനി ആര് എന്നൊരു ചോദ്യം ഉയരേണ്ട കാര്യമുണ്ടോ? കൃഷിനെ നമുക്കറിയാം, പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ, ഇന്ത്യ വിഭജനത്തിലൂടെ ഉണ്ടായ ഒരു രാജ്യമാണ്. വർഷം ഇത്ര കഴിയുമ്പോഴും ഇന്ത്യ എത്രത്തോളം മുന്നോട്ട് പോയി, പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു എന്ന കാര്യം ലോകത്തിന് മൊത്തം അറിയാവുന്നതാണ്. ഇപ്പോൾ പോലും ലോക ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങിയും IMFിൻ്റെയും ലോക ബാങ്കിൻ്റെയും ഒക്കെ സഹായത്തിലാണ് ഓരോ ദിവസവും പാകിസ്ഥാൻ തള്ളി നിൽക്കുന്നത്. ഓരോ ബെയിൽ ഔട്ട് പാക്കേജിലാണ് പാകിസ്ഥാൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അത്രയേറെ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പോലെ, ഒരു യുദ്ധം കണക്കിയ ഒരു ആക്രമണത്തിന് ആത്മഹത്യാപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും അമ്പേ പരാജയപ്പെട്ട് പോവുകയും ചെയ്യുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും സൈന്യമാണ് എടുക്കുന്നത്. അവിടെ ഭരണാധികാരികൾക്ക്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് കാര്യമായ ഒരു ശബ്ദം അവിടെയില്ല. കാലാകാലങ്ങളിൽ ഇപ്പോൾ കാർഗിൽ യുദ്ധം അടക്കമുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ചരിത്രത്തിൽ മുന്നിലുണ്ട്. അധികാരം കിട്ടാൻ വേണ്ടി പ്രസിഡന്റ് പദം മോഹിച്ച് അവിടുത്തെ സേനാ മേധാവിമാർ നടത്തുന്ന ചില തീരുമാനങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, അതിന് വലിയ വില ആ രാജ്യത്തെ ജനങ്ങൾ കൊടുക്കേണ്ടി വരും എന്നതാണ് ചരിത്രം. അത് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.
വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ വലിയ ആലോചനയൊക്കെ നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഓഹരി വിപണിയിലേക്ക് വന്നാൽ പാകിസ്ഥാനിൽ ഈ ആക്രമണം ഉണ്ടാക്കിയത് വലിയ തിരിച്ചടിയാണ്. അവർക്ക് ഈ ഇങ്ങനെ ഒരു ആക്രമണം ഇല്ലെങ്കിൽ പോലും അവിടെ നിന്ന് വലിയ നേട്ടമൊന്നും കൃഷിനെ സൂചിപ്പിച്ച പോലെ ഒരു നിക്ഷേപകർക്കും ഇല്ല. വിദേശ നിക്ഷേപകരൊന്നും ഒരു തരത്തിലും പരിഗണിക്കാത്ത ഒരു വിപണിയാണ് പാകിസ്ഥാൻ വിപണി. പക്ഷേ ഒരു കൗതുകരമായി ഇന്നലെ വൈകിട്ട് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിളിൽ കണ്ടത് ചൈനയിൽ ഇതിൻ്റെ ചില ഗുണങ്ങളുണ്ടായി. ചൈനയുടെ ഡിഫൻസ് ഓഹരികൾ, ഈ പ്രതിരോധ രംഗത്തെ കമ്പനികളുടെ ഓഹരികൾ 36% വരെ ഈ ആക്രമണ സമയത്ത് ഉയർന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാന് പ്രധാനമായും ആയുധങ്ങൾ കൊടുക്കുന്നതിൽ, അവരെ സഹായിക്കുന്നതിൽ, കടം പോലും പറയാതെ വെറുതെ പോലും ആയുധങ്ങൾ കൊടുക്കുന്നതൊക്കെ തന്നെ ചൈനയാണ്. അപ്പോൾ ചൈനയുടെ ഇത്തരം കമ്പനികൾക്ക് ഇത് ഗുണം ആവുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ പാകിസ്ഥാന് ഒരു ഗുണവും ചെയ്യുന്നില്ല. ഓഹരിയുടെ മാത്രം പ്രശ്നമല്ല, ചൈന കൊടുത്ത ഡിഫൻസ് സംവിധാനങ്ങളാണ് ഇന്ത്യ അനായാസം ഇന്നലെ തകർത്തത്. അത്തരം ഡിഫൻസ് പ്രതിരോധ സംവിധാനങ്ങളെ വിശ്വസിച്ചിരുന്ന പാകിസ്ഥാനാണ് അമ്പയെ പരാജയപ്പെട്ട് മാനത്തേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോയത്. HQ-9 അതിൽ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇപ്പോൾ സുദർശൻ പോലെ S-400 സുദർശൻ പോലെ അവർക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ HQ-9. പക്ഷേ അത് ഇന്ത്യ അനായാസം ആ റഡാർ സംവിധാനത്തെ അനായാസം തകർത്തു. അതോടെ എന്തുപറ്റി? പാകിസ്ഥാന് വ്യോമമാർഗം വരുന്ന ആക്രമണങ്ങളെ, ആയുധങ്ങളെ ഒന്നും തന്നെ നേരെ മുൻകൂട്ടി കണ്ട് അതിനെ ചെറുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ പോയി. ഒരു കൈകൾ നഷ്ടപ്പെട്ട യോദ്ധാവിനെ കണക്കെ നോക്കി നിൽക്കേണ്ടി വരികയാണ് നിലവിൽ പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മറുപടി പ്രത്യാക്രമണം നടത്തുകയാണെങ്കിൽ പോലും അനായാസം അത് സാധിക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഈ യുദ്ധമടക്കമുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ ശത്രു രാജ്യത്തിന് നേരെ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അവരുടെ റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ തകർക്കുക എന്നത്. അത് തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക അനായാസമാണ്. അങ്ങനെ ഒരു ഓൾ ഔട്ട് വാർ എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാനോട് പൂർണ്ണമായൊരു യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ നടത്തിയുള്ള എസ്കലേഷൻ, പ്രകോപനം, അതിന് ആ മട്ടിലുള്ള ഒരു തിരിച്ചടി എന്നത് മാത്രമേ ഇന്ത്യ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതൊന്നും തന്നെ ബുദ്ധിയല്ല എന്നുള്ള കോമൺ സെൻസ്, ഒരു സാമാന്യ യുക്തി, സാമാന്യ ബോധ്യം ഇന്ത്യക്കുണ്ട്. ഏത് രാജ്യമായാൽ പോലും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് സാമ്പത്തികമായൊക്കെ എത്രത്തോളം രാജ്യത്തെ ബാധിക്കും എന്നുള്ള യുക്തി, അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. യുക്രൈനും റഷ്യയും അടക്കം, അല്ലെങ്കിൽ ഈ ഗാസയിൽ നടക്കുന്ന യുദ്ധമടക്കം, അങ്ങനെ പല അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ, ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് അത്തരമൊരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും സൈന്യം എടുക്കുന്നതാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. ഇന്നലെ പാകിസ്ഥാനിലെ പാർലമെൻറ്റിൽ അവിടുത്തെ ഒരു MP കരഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ആക്രമണത്തിലേക്ക് പോകരുത്, ഇന്ത്യ നമ്മളെ തീർത്ത് കളയും, അതുകൊണ്ട് ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കരയേണ്ടി വന്നെങ്കിൽ എത്രത്തോളം ദുർബലമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാകിസ്ഥാനിലെ MP-മാരടക്കമുള്ള ആളുകൾ എന്നത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികൾക്ക് പോലും കാര്യമായ വോയിസ് ഇല്ല. പക്ഷേ ഇതിനോടകം തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ചില സൈനിക ഉദ്യോഗസ്ഥർ രാജ്യം വിട്ടു എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. ലാഹോറിൽ നിന്നൊരു വിമാനം പുറത്തേക്ക് പോയി എന്നതാണ് ഇന്നലെ രാത്രി വൈകി വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ഇട്ട് പോകാനും പാകിസ്ഥാൻ സൈനിക മേധാവിമാർക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കും. അവരുടെ സൈനിക തലപ്പത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും അമൃത്സറിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്നലെ രാത്രി 8 മണിയോടെ അവർ ആക്രമണം തുടങ്ങി. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് നമുക്ക് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഒരു കേടുപാടും നമുക്ക് പറ്റിയില്ല. പക്ഷേ അതിന് തിരിച്ചടി നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പുലർച്ചെ ഏതാണ്ട് 4:30 ആയപ്പോഴേക്കും വീണ്ടും കുറച്ച് ഡ്രോണുകൾ അയച്ച് വീണ്ടും ഒരു ശല്യം കണക്കെ പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിർന്നു. അത് നമ്മൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ കുപ്വാര അടക്കമുള്ള മേഖലയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ അവിടെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. അതിനും ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്നുണ്ട്. അമൃത്സറിൽ അല്പസമയം മുമ്പ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് അപായ സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ ഡിഫൻസ് PR-യുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ജനങ്ങൾ വീടിനകത്ത് തന്നെ ഇരിക്കണം, വൈദ്യുതി ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് തണലായി ഞങ്ങളുണ്ട് എന്ന് ആണ് ഇപ്പോൾ ഡിഫൻസ് പ്രതിരോധ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരു മുന്നറിയിപ്പ്, ഇതുപോലെ ഒരു വാദമൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ എയർഫോഴ്സ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പ് നൽകിയതാണ്. നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞങ്ങൾ കാവലുണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷേ നിമിഷങ്ങൾക്കകം അവർ ഈ വീരവാദം പറഞ്ഞതിന് നിമിഷങ്ങൾക്കകം ഇന്ത്യൻ മിസൈലുകൾ എത്തി പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ഒന്നൊന്നായി തകർത്തു. 9 ഇടങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരനെ തന്നെ, അബ്ദുൾ റൌഫ് എന്ന
മൗലാന മസൂദ് അസറിൻ്റെ സഹോദരൻ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഇപ്പോഴത്തെ ഓപ്പറേഷണൽ ഹെഡ് മൗലാന മസൂദ് അസർ അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും കാരണം അത്ര ആക്റ്റീവായി അതിനെ നിയന്ത്രിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ജെയ്ഷയുടെ തലവൻ ഇപ്പോൾ ഈ റൌഫ് അസ്കർ തന്നെയാണ്. അയാളെ കൂടി ഈ ആക്രമണത്തിൽ നമ്മൾ വധിച്ചു, അയാളെ കൊന്നുകളഞ്ഞു എന്നത് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു വിജയമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഭീകരത്താവളങ്ങൾ മാത്രമേ അന്ന് ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ നമുക്കറിയാം പാകിസ്ഥാനും ഭീകരരും തമ്മിലുള്ള ബന്ധം അത് വളരെ ശക്തമാണ്. അവർക്ക് എല്ലാ തണലും ഒരുക്കുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. പല ഭീകരരും പാകിസ്ഥാൻ്റെ ആർമിയുടെ പരേഡിലും മറ്റും എത്തി പ്രസംഗിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭീകരർക്ക് നേരെ ഉണ്ടായ ആക്രമണവും സ്വന്തം രാജ്യത്തിന് നേരെ ഉണ്ടായ ആക്രമണം എന്ന കണക്കെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പ്രതികരണം നടത്തിയത്. അതിന് തിരിച്ചടി ഇന്ത്യ കൊടുത്തു. അവരുടെ ഡിഫൻസ് സംവിധാനമടക്കം വ്യോമ പ്രതിരോധ സംവിധാനമടക്കം നമ്മൾ തകർത്തു. വീണ്ടും ഒരിക്കൽ കൂടി അവർ പ്രകോപനവുമായി എത്തി. ഇന്നലെ രാത്രി ജമ്മുവിൽ ആ തരത്തിൽ ആക്രമണം നടത്തി. അതിനും നമ്മൾ ഇപ്പോൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ വീണ്ടും അതുപോലെ ഒരു പ്രകോപനത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നേ ദിവസം വരെ പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങളിൽ എന്തെങ്കിലും ഒരു നേട്ടം പാകിസ്ഥാന് എടുത്തു പറയാനുള്ളത് അത്രയും നഷ്ടമാണ്. 3 ഫൈറ്റർ ജെറ്റുകൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട F-16 അടക്കമുള്ള ഫൈറ്റർ വിമാനങ്ങളാണ് തകർന്നു പോയത്. അത് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി തന്നെ ആ കാര്യം സമ്മതിച്ചു. കാരണം ഈ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ വിമാനം തകർത്തു എന്നൊക്കെ ചുമ്മാ ഒരു തെളിവുമില്ലാതെ ഇന്ത്യ പറയില്ല. പിന്നാലെ തന്നെ തെളിവ് വരും എന്ന കാര്യവും അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ ആ കാര്യം സമ്മതിക്കുകയും അവരുടെ 3 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കാര്യം അവർ സമ്മതിക്കുകയും ചെയ്തത്. പാകിസ്ഥാൻ്റെ 2 പൈലറ്റുമാരെ ഇന്ത്യ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ നടത്തിയ പ്രകോപനങ്ങളിൽ അത്രയും നഷ്ടം പാകിസ്ഥാന് മാത്രമാണ്. സാമ്പത്തികമായി അവർ ബുദ്ധിമുട്ടും. മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകാൻ പോകുന്നു എന്നതാണ് അവരുടെ ഭരണകൂടവും സൈന്യവും ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു റിസൾട്ട്. മാത്രമല്ല ബലൂചിസ്ഥാനിൽ നിന്നുള്ള സമ്മർദ്ദം അതിപ്പോൾ വളരെ ശക്തമായിട്ടുണ്ട്. കത്തു അടക്കമുള്ള മേഖലകൾ അവർ പിടിച്ചെങ്കിൽ ബലൂചിസ്ഥാൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് പറ്റിയ സമയമാണ്, പോരാട്ടത്തിന് പറ്റിയ സമയമാണ് എന്ന് കണക്ക് കൂട്ടുന്നുണ്ടാകും. കത്തു അടക്കമുള്ള മേഖലകളിലേക്ക് അവർ കടന്നു കയറുകയും അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ നിരവധി സൈനികർക്കാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാളികൾ നടത്തിയ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഏറ്റവും ഒടുവിൽ ബോലാൻ എന്ന പ്രവിശ്യയിൽ വെച്ച് ഒരു മേഖലയിൽ വെച്ച് പാകിസ്ഥാന്റെ സൈന്യം സഞ്ചരിച്ച വാഹനം 1-2 സെക്കൻഡിനുള്ളിൽ ചിന്നിച്ചിതറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. റിമോട്ട് കൺട്രോൾ ബോംബ് വെച്ചാണ് BLA പോരാളികൾ അതിനെ തകർത്ത് കളഞ്ഞത്. ആ തരത്തിൽ വലിയ സെറ്റ്ബാക്ക്, വലിയ തിരിച്ചടി ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 2 മേഖലകളിൽ നിന്നും പാകിസ്ഥാൻ വലിയ സമ്മർദ്ദം നേരിടുകയാണ്. എന്നിട്ട് പോലും അതിൽ പാഠം പഠിക്കാതെ ഇനിയൊരു എസ്കലേഷനാണ് അഭികാമ്യം എന്ന് തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും വണ്ണം തന്നെ ഇന്ത്യയിലേക്ക് വീണ്ടും പ്രകോപനത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു ഓൾ ഔട്ട് വാർ എന്നുള്ള തരത്തിൽ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്കൊന്നും ഇന്ത്യ പോയിട്ടില്ല. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്ത തെറ്റിന് അതേ നാണയത്തിലുള്ള ശിക്ഷ എന്നത് മാത്രമേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. അത് മാത്രമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ സാമാന്യ ബുദ്ധിയുള്ള നല്ല നേതൃത്വമുള്ള ഒരു രാജ്യവും അതിന് ശ്രമിക്കില്ല. പാകിസ്ഥാനെ പോലെ ഒരു തെമ്മാടി രാഷ്ട്രമല്ല നമുക്ക് കുറച്ചുകൂടി അർപ്പണബോധമുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് അവധാനതയുള്ള ഒരു ഭരണ നേതൃത്വം എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ ഇന്ത്യ പോയിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയ അവരുടെ സാഹസത്തിന് അവർ അർഹിക്കുന്ന തരത്തിലുള്ള മറുപടി നൽകിയതാണ്. ഇന്നലെ വൈകിട്ട് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് എസ്കലേഷൻ എന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ കൈവശമാണ് ഉള്ളത്. അവർക്ക് വേണമെങ്കിൽ എസ്കലേഷൻ ആവാം. ഇനി പ്രകോപനത്തിനാണ് അവരുടെ ശ്രമമെങ്കിൽ അതിന് ആ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടി നമ്മൾ നൽകും എന്നുള്ള മുന്നറിയിപ്പ് നമ്മൾ നൽകിയതാണ്. ഇന്നലെ രാത്രി നടന്ന, അത് തന്നെയാണ് ശ്രീനാഥ്